നമസ്കാരം, അജിത്താണ്. നമ്മൾ മാട്രസുമായി ബന്ധപ്പെട്ട് ഒരു മാട്രസ് വാങ്ങേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് പേര് അത് കണ്ടു. ഒന്ന് രണ്ട് പേർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു, ഏത് മാട്രസാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒന്ന് രണ്ട് പേരൊക്കെ സംശയമൊക്കെ പറഞ്ഞു. ഈ ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംശയം തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് ചെയ്യുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അറിവുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മാട്രസ് അല്ലെങ്കിൽ ഒരു കിടക്ക, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതി, നമ്മളുടെ വെയിറ്റ്, നമ്മുടെ കംഫർട്ട് ലെവല്, നമ്മുടെ ശരീരഘടന, ഇതൊക്കെ നോക്കി വേണം, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന രീതിയൊക്കെ നോക്കി വേണം വാങ്ങാൻ എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചത്. അത് കണ്ടപ്പോഴാണ് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മാട്രസ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള മാട്രസ് ഇന്ന് വിപണിയിൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു പർപ്പസിന് ഒരു വീട് വെക്കുന്നു. വീട് വെക്കുമ്പോൾ ഒരു 3-4 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ആ 4 ബെഡ്റൂമിലേക്ക് നമ്മൾ കട്ടിലും കാര്യങ്ങളൊക്കെ വാങ്ങുന്നു. അപ്പോൾ ലാസ്റ്റ് ഫർണിഷിംഗ് സ്റ്റേജിൽ എല്ലാം കഴിയുമ്പോൾ വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റാണ് സത്യത്തിൽ മാട്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ബഡ്ജറ്റും കഴിഞ്ഞ് അവസാനിക്കുന്ന ഒരു അവസരത്തിലായിരിക്കും ഒരു മാട്രസ് വാങ്ങാൻ വേണ്ടി പോകുന്നത്. കട്ടിൽ വരും ചിലപ്പോൾ നമ്മൾ വില കൂടിയ കട്ടിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷേ അവസാനത്തെ സ്റ്റേജിൽ, അതിന് ഫർണിഷിങ്ങിൻ്റെ ഏറ്റവും അവസാനത്തെ ലെവലിൽ നമ്മൾ പോയി വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം മാട്രസ്. നമ്മുടെ ബഡ്ജറ്റൊക്കെ കമ്മിയായിരിക്കാം. അപ്പോൾ ചെല്ലുമ്പോഴായിരിക്കും ഷോപ്പിൻ്റെ ആൾ പറയുന്നത് 15,000 രൂപ, 20,000 രൂപ, 25,000 രൂപ എന്നൊക്കെ വില പറയുന്നത്. അപ്പോഴായിരിക്കും നമ്മുടെ ബഡ്ജറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ ഒരു 5,000 രൂപ മാട്രസ് മതി എന്ന് പറഞ്ഞ് ഏറ്റവും ലോക്കലായിട്ടുള്ള പല ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള മാട്രസുകൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. നമ്മൾ മുറ്റം ടൈലിടാൻ, പുല്ല് വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ ലക്ഷങ്ങൾ നമ്മൾ ചിലവഴിക്കും ഫർണിഷിങ്ങുമായി ബന്ധപ്പെട്ട്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഈ ഒരു മാട്രസിന് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ആയിരിക്കും പലപ്പോഴും നമ്മൾ ഇടുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ നല്ല രീതിയിൽ ബഡ്ജറ്റ് ഇട്ട് നല്ല ഒരു ബെഡ് വാങ്ങുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. പറഞ്ഞു വന്നത്, അപ്പോൾ കൊയർ മാട്രസ്, ഫോമോ, സ്പ്രിങ്, ഇത് നമ്മുടെ കംഫർട്ട് ലെവലിൽ ഏതാണോ അനുയോജ്യമെന്ന് നമ്മൾ മനസ്സിലാക്കി ആ പ്രൊഡക്റ്റ് വാങ്ങാമെന്നുള്ളതാണ്. പോക്കറ്റ് സ്പ്രിങ്ങിന്റെ കംഫർട്ട് അല്ല ബോണൽ സ്പ്രിങ്ങിന്. അപ്പോൾ ബോണൽ സ്പ്രിങ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം, പോക്കറ്റ് സ്പ്രിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷോപ്പിൽ ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ കിട്ടും. ഒപ്പം നമ്മൾ സൂപ്പർ സോഫ്റ്റ് ഫോമിൻ്റെ ബെഡ്, മെമ്മറി ഫോമിൻ്റെ ബെഡ്, മെമ്മറി ഫോം എന്നൊക്കെ പറയുമ്പോൾ കുറേ കൂടി കംഫർട്ട് ലെവലിൽ നമുക്ക് കൂടുതൽ കിട്ടും. ലാറ്റക്സ് ഫോം ഒരു കൂളിംഗ് പ്രൊഡക്റ്റ് ആണ്. നമുക്ക് കൂളിംഗ് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ സിന്തറ്റിക് ഉണ്ട്, അതുപോലെ നാച്ചുറലും ഉണ്ട്. അപ്പോൾ നാച്ചുറൽ ലാറ്റക്സ് ആണെങ്കിൽ നമുക്ക് കൂളിംഗ് ആയിരിക്കും. അപ്പോൾ അത് ചോദിച്ച് വാങ്ങാം. കൊയർ മാട്രസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു മോഡലാണ് കൊയർ മാട്രസ്. നല്ല ഡിമാൻഡുള്ള ഒരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? കൊയർ മാട്രസും ഇതുപോലെ ഒരു കൂളിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ പറഞ്ഞത്, നമ്മൾ മാർക്കറ്റിൽ ഫോമിൻ്റെ, കൊയറിൻ്റെ, അതുപോലെ സ്പ്രിങ്ങിൻ്റെ ഒക്കെ മാട്രസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും നമ്മൾ വീഡിയോസുകൾ ഇടുന്നുണ്ട്, ദയവായിട്ട് കാണണം. അതോടൊപ്പം തന്നെ നിങ്ങളത് ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. താങ്ക് യു.